നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ തീ പാറിക്കൊണ്ടിരിക്കുകയാണ്. വിനോദ് നായർ പാർട്ടി മാറി നരേന്ദ്രമോദിയുടെ ആരാധകനായി നിങ്ങളും മാറുമോ, ഇനി നിങ്ങളും സംഖ്യയാവുമോ, ആരും വിശ്വസിക്കാൻ കൊള്ളാത്ത കാലം എന്നാണ് കമന്റുകൾ നിറയുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചു എവിടെയോ ആരൊക്കെയോ എവിടേക്കോ എന്തൊക്കെയോ ചെയ്യും, അതിനിപ്പോ നമ്മളുടെ സമയം ചെലവാക്കി ഇതിനൊക്കെ മറുപടി പറയുന്നത് എന്തിനാണെന്ന്. ലോകത്ത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഒരാൾ സംഖ്യയാവുന്ന. എത്രയോ പേര് ദിവസം ചാണകത്തിൽ ചാടുന്നു, ചവിട്ടുന്നു, ചാണകത്തിൽ കുളിക്കുന്നു. ഇയാളും ചാടി. അതിപ്പോ ഇത്രയും വലിയ വാർത്തയൊന്നും അല്ലല്ലോ എന്ന്. അതിനിപ്പോ എന്താന്നാണ് ഞാൻ ശരിക്കും ആദ്യം വിചാരിച്ചത്. എന്നാൽ എൻ്റെ പ്രേക്ഷകരിൽ പലരെയും അത് വളരെ വിഷമിപ്പിക്കുന്നുണ്ട്. അവർക്കത് വലിയൊരു വിഷയമാണ്, അവരെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് തോന്നിയത് കൊണ്ട്, ആളുകൾ എന്തുകൊണ്ടാണ് അയാൾ ഇത് ചെയ്തു എന്ന് ഉത്തരം കിട്ടാതെ അലയുന്നത് കൊണ്ട് ആ വിഷയം ഒന്ന് നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതി. വിനോദ് നായർ പെട്ടെന്ന് സംഖ്യയായതിന്റെ യഥാർത്ഥ കാരണം എന്താണ്, അതിന് പിന്നിലെ മനഃശാസ്ത്രം എന്താണ്, മോട്ടിവേഷൻ എന്താണ്, യൂട്യൂബ് റവന്യൂ വ്യൂ, ഇതൊക്കെ നമുക്കൊന്ന് സംസാരിച്ചു പോകാം. പ്രധാനമായിട്ടും മനുഷ്യർക്ക് രണ്ട് തരം രാഷ്ട്രീയമാണുള്ളത്. ഒന്ന് ഐഡന്റിറ്റി പൊളിറ്റിക്സ്, അത് വ്യക്തിയാധിഷ്ഠിതമാണ്. ഇപ്പൊ ഞാൻ ആരാണ് എന്നതാണ് ഐഡന്റിറ്റി പൊളിറ്റിക്സുകാർക്ക് പ്രധാനം. താൻ ഏത് ഗ്രൂപ്പിന്റെ ഭാഗമാണ് എന്നത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ഗ്രൂപ്പിനനുസരിച്ചായിരിക്കും അവരുടെ നിലപാടുകൾ. ഗ്രൂപ്പ് മാറിയാൽ നിലപാട് മാറും. വിനോദ് നായർ ഇതിലാണ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, തത്വാധിഷ്ഠിത രാഷ്ട്രീയം. ചില പ്രത്യയ ശാസ്ത്രങ്ങളോ തത്വങ്ങളോ ഒക്കെ ആയിരിക്കും നമ്മളെ നയിക്കുക. വ്യക്തികളോ സംഭവങ്ങളോ ഗ്രൂപ്പുകളോ ഒക്കെ മാറിയാലും നമ്മുടെ നിലപാട് മാറില്ല. കാരണം എന്താണ് ശരി, എന്താണ് നീതി എന്നതാണ് നമുക്ക് പ്രധാനം. എന്താണ് എനിക്ക് ശരിയെന്നോ, എന്താണ് എനിക്ക് നീതിയെന്നോ, എന്താണ് എനിക്ക് ഗുണമെന്നോ, എന്താണ് എനിക്ക് ഞാൻ എന്നതോ ഒന്നുമല്ല നമ്മളെ നയിക്കുക. ഞാനും എനിക്കും ഒന്നും അതിലുണ്ടാവില്ല. രാഷ്ട്രീയത്തിൽ ഗ്രൂപ്പോ വ്യക്തിയോ മാറിയാലും തത്വങ്ങൾ മാറില്ല, പ്രത്യയശാസ്ത്രം മാറില്ല. ഞാൻ ഈ രണ്ടാമത്തെ വിഭാഗത്തിലാണ്. വിനോദിനെ പോലെയുള്ളവർ മാറുന്നത് കണ്ട് ഞാൻ എൻ്റെ നിലപാട് അതുകൊണ്ട് മാറ്റേണ്ടതില്ല. എൻ്റെ രാഷ്ട്രീയം ആരെയും ആശ്രയിച്ചുള്ളതല്ല, അത് നീതിയിലും ശരിയിലും അധിഷ്ഠിതമാണ്. അതിന് പ്രത്യയശാസ്ത്രമുണ്ട്, തത്വങ്ങളുണ്ട്. വ്യക്തിപരമായ നേട്ടങ്ങൾ പാർട്ടി മാറാൻ എന്നെ പ്രേരിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് സാധിക്കില്ല. കുറച്ച് മുമ്പ് ഒരിക്കലും ഇയാൾ എനിക്കൊരു ഇമെയിൽ അയച്ച് എൻ്റെ ഫോൺ നമ്പർ വാങ്ങിയിട്ട് എന്നോട് സംസാരിച്ചിരുന്നു. അന്ന് എൻ്റെ ഒരു ഇന്റർവ്യൂ ആണ് ചോദിച്ചത്. അയാളുടെ യൂട്യൂബിൽ പോയി സംസാരിക്കേണ്ട ഗതികേട് എനിക്ക് ഇല്ലാത്തത് കൊണ്ടും എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടും ഞാൻ താല്പര്യമില്ല എന്നു പറഞ്ഞു. എനിക്ക് സത്യത്തിൽ ഒരു കാലത്തും ഈ പുള്ളിയെ തീരെ താല്പര്യമില്ലായിരുന്നു. ഒരൽപ്പൻ എന്നാണ് ഞാൻ എല്ലാ കാലത്തും പുള്ളിയെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഉണ്ടായിരുന്നത്. കാരണങ്ങൾ പലതുണ്ട്. ഒന്ന്, ഇപ്പോഴും ഇയാൾ മുസ്ലിങ്ങളുടെ ഒരു തന്ത ചമയൽ സംരക്ഷകനായിരുന്നു ഇയാളുടെ പണി. മുസ്ലിങ്ങൾക്ക് സ്വന്തമായ ഒരു ഏജൻസിയും ഇല്ലാത്ത പോലെ വന്ന് അങ്ങോട്ട് തുടങ്ങും ഉപദേശവും പ്രസംഗവും ഒക്കെ. നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, നിങ്ങൾ അങ്ങനെ ചെയ്യൂ എന്നൊക്കെ. എനിക്ക് ആരുടെയും ഏജൻസി എടുക്കുന്നത് വ്യക്തിപരമായിട്ട് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം എല്ലാവരും തുല്യരാണ്, ആരും പൊട്ടന്മാരൊന്നല്ല. എല്ലാവർക്കും അവരവരുടെ കാര്യം ചെയ്യാൻ നന്നായിട്ട് അറിയാം. അതിന് പുറത്തു നിന്നുള്ള, പ്രത്യേകിച്ചും നായർ ജാതിവാലുള്ള ഒരാളുടെ ഉപദേശം ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നില്ല. രണ്ടാമത്, എനിക്ക് ഇയാൾ ഭൂലോക ഫ്രോഡാണെന്ന് മനസ്സിലായത് രാഹുൽ ഈശ്വറിനെ സൂക്ഷിക്കണേ മുസ്ലിങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ തുടർ വീഡിയോ പരമ്പരകൾ ഇറക്കിയിരുന്നു. രാഹുൽ ഈശ്വറിനെ വിമർശിക്കുന്നതിലോ സൂക്ഷിക്കണം എന്ന് പറയുന്നതിലോ ഒന്നും ഒരു പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. രാഹുൽ അങ്ങനെ വിമർശനത്തിന് അതീതനായിട്ടുള്ള ആളൊന്നുമല്ല. പക്ഷെ രാഹുൽ ഈശ്വറിനെ നിങ്ങൾ സൂക്ഷിക്കണേ മുസ്ലിങ്ങളെ എന്ന് പറയുന്നത് പച്ചയായ അശ്ലീലമാണ്. അതെന്താ, രാഹുൽ ഈശ്വറിനെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സൂക്ഷിക്കേണ്ടേ? ഇതിന് പച്ചയായ വർഗീയത എന്നാണ് നമ്മൾ പറയുക. നേരത്തെ പറഞ്ഞതുപോലെ ഇയാൾ എന്തിനാ എല്ലാവരെയും ഉപദേശിക്കുന്നത്? എന്നിട്ടിപ്പോ ഈ വലിയ ഉപദേശി ഇപ്പൊ എവിടെ പോയി? രാഹുൽ ഈശ്വർ ഇപ്പോഴും ഇവിടെയൊക്കെ തന്നെയുണ്ട്. ഈ ഉപദേശി ഇപ്പൊ എവിടെയാണ്? സത്യത്തിൽ ഇയാള് രാഹുലിനെ കുറിച്ച് എന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നല്ലോ. പണ്ട് രാഹുലിനെ കുറിച്ച് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ മൂപ്പരെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ സൂക്ഷിക്കണേ, എന്നെ സൂക്ഷിക്കണേ, എന്നെ സൂക്ഷിക്കണേ എന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാണ് ഇപ്പൊ എനിക്ക് വിലയിരുത്തുമ്പോൾ തോന്നുന്നത്. ഉള്ള കാര്യം പറയട്ടെ, എനിക്ക് ഈ രാഹുൽ ഈശ്വറിനെ എത്രയോ കാലമായിട്ട്, ഒരു 10-15 വർഷമായിട്ട് അറിയാം. പുള്ളി ഒരു വലിയ അപകടകാരിയൊന്നുമല്ല. എനിക്ക് പുള്ളിയുടെ ഈ പുരുഷ കമ്മീഷൻ, സ്ത്രീ വിരോധം, പുരുഷ പ്രേമം, ഹിന്ദു പൊളിറ്റിക്സ്, സവർക്കർ പുകഴ്ത്തൽ, ഇതിനോടൊന്നും യാതൊരു താല്പര്യവുമില്ല. പക്ഷേ രാഹുൽ ഈശ്വർ ഒരു പാവമായിട്ടുള്ള ആളാണ്, നല്ല ആളാ, വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. ഇങ്ങനെയൊക്കെ ഇവിടെ സൈഡിലൂടെ അങ്ങ് പോകുന്നു എന്ന് കൂട്ടിയാൽ മതി.
അന്ന് രാഹുൽ ഈശ്വറിനെ കുറിച്ച് ഇയാൾ ചെയ്ത വീഡിയോകളിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഒന്ന്, രാഹുൽ ഈശ്വറിന് കിട്ടുന്ന സ്വീകാര്യതയിലും സ്നേഹത്തിലും ഒക്കെ ഇയാൾ വളരെ അസ്വസ്ഥനായിരുന്നേ. രാഹുലിന് വരെ സ്വീകാര്യതയും ആക്സെപ്റ്റൻസും വ്യൂവും ഒക്കെ കിട്ടുന്നത് എനിക്ക് എന്താ കിട്ടാത്തത് എന്നൊരു കൊതിക്കറവ്, അസൂയ, അസ്വസ്ഥത, അതിൽ മുഴുവൻ പുള്ളിയുടെ തന്നെ ചീത്ത വശമാണ് നമ്മളെ തുറന്നു കാണിച്ചത്. രണ്ട്, എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ആ വീഡിയോയിലൊക്കെ ഇയാൾ സംസാരിക്കുന്നത് എന്തോ ഒരു മുസ്ലിം സംരക്ഷകൻ എന്ന പോലെയാ. ഇവിടെ സമസ്തയുടെ നേതാക്കളോ ജിഫ്രി തങ്ങളോ കാന്തപുരോ ആരും ഇങ്ങനെ ഇന്ന് മുസ്ലിങ്ങളുടെ ഏജൻസി ഏറ്റെടുത്ത് സംസാരിക്കുന്നില്ല. അപ്പോഴാണ് മൂപ്പരുടെ മുഴുവൻ മുസ്ലിങ്ങളെയും ഞാനാണ് സംരക്ഷിക്കുന്നത്, ഞാൻ പറയുന്നത് കേട്ട് നടന്നാൽ നിങ്ങൾക്കൊക്കെ കൊള്ളാം, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്, രാഹുലിനെ ഇനി നിങ്ങൾ കേൾക്കരുത് എന്നൊക്കെയുള്ള വൃത്തികെട്ട ഉപദേശം. അത് ഭയങ്കര ബോറായിരുന്നു എന്നുള്ളത് ഇപ്പോഴെങ്കിലും ഞാൻ പറയാം. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പുറം അശ്ലീലായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയത്? രാഹുലിനെ ഒരാൾ കേൾക്കണോ വേണ്ടേ എന്നതൊക്കെ തീരുമാനിക്കാൻ ശേഷിയുള്ളവരാണ് രാഹുലിന്റെ വീഡിയോ കാണുന്നത്. അവർ തീരുമാനിച്ചുകൊള്ളു ഇതൊക്കെ എന്തിനാ കേൾക്കണോ സീരിയസ് ആയി എടുക്കണോ. ഇയാൾ എന്തിനാ മധ്യസ്ഥന്റെ റോള് വഹിക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അടുത്തതായിട്ട് ഇയാളുടെ ഒരു ഓഡിയോ വെനീസ് ടിവിയിൽ ഞാൻ കേൾക്കാനിടയായി. അതിൽ ഇയാൾ പറയുന്നത് എന്റെ ചാനലിന് അങ്ങനെ വ്യൂ ഒന്നുമില്ല, നിങ്ങൾക്ക് നല്ല റീച്ച് ഉണ്ടല്ലോ, അപ്പൊ നിങ്ങളുടെ ചാനൽ വന്ന് ഞാൻ സംസാരിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. അതും എനിക്ക് ഇയാളെ കുറിച്ച് നല്ല നെഗറ്റീവ് ഇംപ്രഷനാണ് ഉണ്ടാക്കിയത്. ഏതാണ്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടം നയിക്കുന്നു എന്നതൊക്കെ പോലെ സ്വയം അവകാശപ്പെടുമ്പോഴും വ്യൂ മറ്റുള്ളവരുടെ റീച്ചൊക്കെ ഇയാളുടെ ഉറക്കം കെടുത്തിയിരുന്ന സംഗതികളായിരുന്നു നീ മുമ്പ് പറഞ്ഞ സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ നിന്നും നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു നിഗമനമുണ്ട്. ഇതൊക്കെയാണ് പുള്ളിയുടെ അടിസ്ഥാന പൊളിറ്റിക്സ്. ഇവിടെ ആരും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ഹൂത്തികളുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ പോലെയായിരുന്നു ഇയാളുടെ ചാനൽ ഒരു കാലത്ത്. ഹൂത്തികൾ പോലും പറയാത്ത കാര്യങ്ങളാണ് ഇവിടെ വന്ന് ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് യൂട്യൂബ് ഇയാളുടെ ചാനൽ അടിച്ചു കളയെ, മോണിറ്റൈസേഷൻ കളയെ, എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോയതിനു ശേഷം രണ്ടാമതുണ്ടായ ചാനലാണ് ഇപ്പൊ മോദി സ്തുതിപാഠകനായിട്ട് നടക്കുന്നത്, ഈ രണ്ടാമത്തെ ചാനൽ. അപ്പൊ പറഞ്ഞു വരുന്നത് ആ ഹൂത്തി ഒഫീഷ്യൽ ചാനൽ എന്ന പോലത്തെ സ്റ്റാൻഡിൽ നിന്നാണ് ഇപ്പൊ ഇയാൾ സംഖ്യയായി മാറിയത്. ഒരു പെൻഡുലം പോലെ ഒന്നിൽ അങ്ങോട്ടാടുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ടാടുന്നു. പുള്ളിക്ക് അങ്ങനെ ഒരു കാലത്ത് ഒരു പ്രത്യേക രാഷ്ട്രീയമോ സ്റ്റാൻഡോ ഒന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. റീച്ചും ആത്മസംതൃപ്തിയും ഒക്കെ ആയിരുന്നു പുള്ളി എല്ലാ കാലവും നയിച്ചിരുന്നത്. ഇപ്പൊ മോദിയുടെ സ്തുതിപാഠകനായി. അത് പുള്ളിയുടെ പ്രത്യയശാസ്ത്ര സ്ഥിരത കൊണ്ട് ഒന്നുമല്ല മോദിയുടെ സ്തുതിപാഠകനായത്. ചുമ്മാ എന്തൊക്കെയോ ആത്മസംതൃപ്തിക്ക് പറയുന്നു, അത്ര തന്നെ. അല്ലാതെ നിങ്ങളിൽ ചിലർ പറയും പോലെ ആരോ പുള്ളീനെ ഭീഷണിപ്പെടുത്തിയിട്ടോ പേടിപ്പിച്ചിട്ടോ ജീവനിൽ കൊതി ഉണ്ടായിട്ടൊന്നും അല്ല ഇവരൊന്നും മോദി സ്തുതിപാഠകരാവുന്നത്. സ്വന്തം സന്തോഷത്തിന് വേണ്ടിയിട്ടാ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മൂപ്പരുടെ മുദ്രാവാക്യം ഹിന്ദുത്വ ഭീകരത, ഫാസിസം, ന്യൂനപക്ഷങ്ങളോടുള്ള അതിക്രമം എന്നൊക്കെയായിരുന്നു. അതിനിടയിൽ രാഹുൽ ഈശ്വറിനെ സൂക്ഷിക്കണേ എന്ന് പറയാനുള്ള ശ്രദ്ധയൊക്കെ മൂപ്പര് കാണിച്ചുകൊണ്ട് അത് പ്രത്യേകം ഒന്ന് എടുത്തു പറയുന്നു. ഇപ്പൊ അയാളുടെ മുദ്രാവാക്യം എന്താണ്? വന്ദേ മാതരം പാട്ടുപാട് അവിടെ ഇരുന്നിട്ട് മോദി 100% ശരിയാണ്, നുഴഞ്ഞുകയറ്റക്കാർക്ക് ഓശാന പാടുന്ന മതേതരത്വം വേണ്ട, ഞാൻ സംഖ്യയായി എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. പെട്ടെന്ന് ക്രിസ്ത്യാനികൾ ഇയാൾക്ക് കുരിശ് കൃഷിക്കാരായി, മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരായി, സംഖ്യകൾ വളരെ നല്ല മനുഷ്യരുമായി മാറി. പെട്ടെന്ന് ഇയാളിൽ ഒരു മാറ്റമുണ്ടെന്ന് പലരും പറഞ്ഞപ്പോഴാണ് ഞാൻ എന്താണ് ഈ സംഭവം എന്നറിയാൻ വേണ്ടി അവിടെ ഒന്ന് പോയി നോക്കിയത്. ആ മാറ്റം കാണാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? 2026 മെയ് മാസത്തോടെ ഇവിടെ UDF ഭരണം കിട്ടി. മുഖ്യമന്ത്രിയുടെ പേരിൽ അടിപിടി നടന്നു, ചേരിചിരുന്നുള്ള ചർച്ചയുണ്ടായി, വാക്പോരുകൾ ഉണ്ടായി. മുസ്ലിം ലീഗും മറ്റ് മുസ്ലിം സംഘടനകളും VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി പരസ്യമായി തന്നെ സമ്മർദ്ദം ചെലുത്തി. അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ബിനോജ് നായർ പൂർണ്ണമായും ഒരു സംഖ്യയായി മുഖം മാറ്റി പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ കണ്ടത്. ആ സംഭവമാണ് മാറ്റത്തിനുള്ള ട്രിഗർ എന്ന് ഞാൻ കരുതുന്നു. ഇത് വെറും ഒരു അഭിപ്രായ മാറ്റമൊന്നുമില്ല. ഇത് പെട്ടെന്നുള്ള സൗകര്യപൂർണമായ ഒരു ഫ്ലിപ്പാണ്. വ്യൂസ്, പുതിയ ഓഡിയൻസ്, പിന്നെ ഉള്ളില് സവർണ ഐഡന്റിറ്റി പ്രദർശിപ്പിക്കാൻ വേണ്ടി നടത്തിയൊരു വ്യക്തിപരമായ യൂട്ടേൺ എന്ന് നമുക്ക് ഈ സംഭവത്തെ പറയാം. ഇതിന് പിന്നിൽ സോഷ്യൽ ഐഡന്റിറ്റി തിയറി കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ആധുനിക മനഃശാസ്ത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ തിയറികളിലൊന്നാണിത്. 1970-കളിൽ ഹെൻറി തജ്ഫെലിയും ജോൺ ടേണറും ഒക്കെ വികസിപ്പിച്ചെടുത്തൊരു തിയറിയാണിത്. മനുഷ്യൻ സ്വയം ചോദിക്കുമല്ലോ ഞാൻ ആരാണ് എന്ന്. ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ അവൻ ചില മനുഷ്യർ ഗ്രൂപ്പുകളെ ഉപയോഗിക്കും. ആ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടിരിക്കുന്നത് നമ്മുടെ ആത്മാഭിമാനത്തിനും സ്വത്വത്തിനും ഒക്കെ വേണ്ടിയാണ്. മനഃശാസ്ത്രജ്ഞന്മാരായ ഹെൻറി തജ്ഫെലും ജോൺ ടേണറും പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെ സ്വയം ഗ്രൂപ്പുകളായിട്ടൊക്കെ വിഭജിക്കും. താൻ ഏത് ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്യുന്നു ആ ഗ്രൂപ്പ് മികച്ചതായി സ്വയം നമുക്ക് തോന്നണം. അതാണ് ഗ്രൂപ്പിനൊപ്പം നിൽക്കാനുള്ള അവരുടെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് മാറിയ അപ്പം തന്നെ നിലപാടും മാറും. ബിനോജ് നായരുടെ പഴയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മതേതരത്വം, ഹിന്ദുത്വ വിരുദ്ധം ഒക്കെ ആയിരുന്നു. അപ്പൊ ലീഗിന്റെ സമ്മർദ്ദം ഇതിൽ വന്നപ്പോൾ അത് മികച്ചതായി തോന്നിയില്ല. പകരം പുതിയ ഗ്രൂപ്പ് ഉണ്ടായി. ഏതാണത്? ദേശീയത, മോദി ലൈൻ, ഹിന്ദുത്വ, അതിലേക്ക് മാറി. അത് കൂടുതൽ സുഖകരമായി മൂപ്പർക്ക് തോന്നി.
ഉള്ളിലെ സവർണ സംഖ്യ മെല്ലെ അങ്ങോട്ട് പുറത്തേക്ക് ചാടി. ലളിതായിട്ട് പറഞ്ഞാൽ ഞാൻ ആരാണ് എന്ന് ബിനോജ് നായർ സ്വയം ചോദിച്ചപ്പോൾ സവർണ സംഖ്യ നായർ എന്ന് ഉത്തരം കിട്ടി, അങ്ങോട്ട് ചാടി. അതുവരെ മതേതരൻ എന്ന് അഭിനയിച്ചിരുന്നത് സത്യമായിരുന്നില്ല. അവിടെ മോട്ടിവേറ്റഡ് റീസണിങ് പ്രവർത്തിച്ചു. മോട്ടിവേറ്റഡ് റീസണിങ് എന്നത് മനുഷ്യ മനസ്സിലൊരു സ്വാഭാവിക ഒരു തന്ത്രമാണ്. നമ്മൾ സത്യം കണ്ടെത്താൻ വേണ്ടി ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ മുൻവിധി, ഐഡന്റിറ്റി, ഗ്രൂപ്പ്, ആഗ്രഹം ഇതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ചിന്തിക്കുന്നതാണ് മോട്ടിവേറ്റഡ് റീസണിങ്. വിനോദ് നായർ ഇപ്പൊ പറയുന്നത് മുമ്പ് നടത്തിയിരുന്ന മോദി വിമർശനം അന്ധമായ വിമർശനമായിരുന്നു, ഇനി താൻ അതിനില്ല എന്നാണ്. ഇത് വലിയ പുതിയ കാര്യമൊന്നുമല്ല. ചരിത്രത്തിൽ ക്ലാസിക് ഉദാഹരണങ്ങൾ നമുക്ക് ഇതിന് പറയാൻ പറ്റും. ബെനിറ്റോ മുസോളിനി, ഈ പേര് കേൾക്കാത്തവരുണ്ടാവില്ല. മുസോളിനി യഥാർത്ഥത്തിൽ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രധാന നേതാവും അവാന്തി പത്രത്തിന്റെ എഡിറ്ററുമായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം സാമ്പത്തിക അസ്ഥിരത ഒക്കെ വന്നപ്പോ, ഭയം വന്നപ്പോ പഴയ ഗ്രൂപ്പ് ശക്തി പോരാൻ തോന്നി. അദ്ദേഹം സ്വയം ഫാസിസം സൃഷ്ടിച്ചു. പഴയ സോഷ്യലിസം പൂർണ്ണമായി ഉപേക്ഷിച്ച്. വിനോദ് അത്രയൊന്നും ചെയ്തില്ല, അത്രയും ധൈര്യമൊന്നുമില്ല, അതുകൊണ്ട് മോദിയുടെ പിറകെ പോയിന്നേ ഉള്ളൂ. പക്ഷെ ലോജിക്ക് ഒന്ന് തന്നെയാണ് ഇതിലൊക്കെ പ്രവർത്തിക്കുന്നത്. ഐഡന്റിറ്റി മാറിയപ്പോൾ നിലപാടും മാറി. നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തിയാധിഷ്ഠിതമാണ് ഈ രാഷ്ട്രീയം നിലപാടുകളൊക്കെ. അയാളുടെ രാഷ്ട്രീയം ഞാൻ ആരാണ് എന്ന് പുള്ളി ചോദിച്ചപ്പോൾ പുള്ളിക്ക് കിട്ടിയ ഉത്തരം നായർ, വിനോദ് നായർ എന്നായിരിക്കും പുള്ളിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവുക. വ്യക്തിയാധിഷ്ഠിത രാഷ്ട്രീയം പിന്തുടരുന്നവർ സ്വയം ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ ഉത്തരം കിട്ടാൻ ഗ്രൂപ്പുകളെ ഉപയോഗിക്കുക. ആ ഗ്രൂപ്പിന്റെ ഭാഗമായിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ നല്ല ആളായിട്ടും പവർഫുൾ ആയിട്ടും മറ്റൊരാൾ മികച്ചതായിട്ടും ശക്തിമാനായിട്ടും ഒക്കെ തോന്നണം. ഇതെന്നാണ് ഈ ആത്മാഭിമാനം വരുന്നത്. ഇപ്പൊ വിനോദ് നായരുടെ കാര്യത്തിൽ ഇത് എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നമുക്ക് നോക്കിയാൽ, വിനോദിന്റെ ജാതിവാല്, നായർ ഐഡന്റിറ്റി, വിനോദ് നായർ എന്ന പേരിൽ തന്നെ അദ്ദേഹം ഒരു നായരാണല്ലോ. അദ്ദേഹം കുറേ വർഷം മതേതര ആക്ടിവിസ്റ്റ് ആയിട്ട് അഭിനയിച്ച് നടന്നപ്പോ ഈ ജാതിവാല് സത്യത്തിൽ മടക്കി ചുരുട്ടി സൈഡിൽ വെച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ചാനലിന്റെ പേര് മുമ്പ് അപ്രിയ സത്യങ്ങൾ എന്നോ മറ്റോ ആയിരുന്നു. അപ്പൊ ഈ ജാതിവാല് ചുരുട്ടി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ജാതി തികട്ടി വന്നപ്പോഴായിരിക്കാം ചാനലിന്റെ പേരിൽ നായർ വന്നത്. ഇതൊക്കെ സൈക്കോളജിയാണ്, സ്വയം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നല്ല. ഇങ്ങനെ സൈക്കോളജി പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതൊക്കെ അറിയാൻ പറ്റുന്നു. ആദ്യം അദ്ദേഹത്തിന്റെ സ്വന്തം ഗ്രൂപ്പ് ആയിരുന്നത് മതേതരത്വം, ഹിന്ദുത്വ വിരുദ്ധത. ഈ ഗ്രൂപ്പ് അദ്ദേഹത്തിന് താൻ മറ്റുള്ളവരെക്കാൾ വളരെ മികച്ചവനാണ്, ശക്തനാണ്, ഈ ഗ്രൂപ്പിനൊപ്പം നിൽക്കുമ്പോൾ കൊള്ളാം എന്നൊക്കെ തോന്നിയിട്ടാണ് പുള്ളി അങ്ങനെ മതേതരനായിട്ടൊക്കെ നിന്നുകൊണ്ടിരുന്നത്. പിന്നെ ആ തോന്നലിന് 2026 മെയ് മാസത്തിലെ ഈ ലീഗ് പരസ്യമായി വി ഡി സതീശൻ എന്ന നായരെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തിയപ്പോൾ വിനോദിന്റെ ഉള്ളിലെ നായർ ഐഡന്റിറ്റി ഉണർന്നു. അപ്പൊ അദ്ദേഹത്തിന് തോന്നിയത് എന്തായിരിക്കും? എന്റെ സമുദായത്തിൽ നിന്നുള്ള ഒരാളെ, വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ പോലും ലീഗിന്റെയും മറ്റു മുസ്ലിം സംഘടനകളുടെയും ഒക്കെ അനുവാദം വേണോ? മതേതരത്വം എന്നത് ഇനി നുഴഞ്ഞു കയറ്റക്കാർക്ക് ഓശാന പാടുന്നതായിട്ട് മാറിയോ എന്ന് പുള്ളിക്ക് തോന്നി. അതായത് പഴയ ഗ്രൂപ്പ് മതേതര ലിബറൽ സർക്കിൾ അപ്പൊ അദ്ദേഹത്തിന് മികച്ചൊരു ഇതായിട്ട് തോന്നുന്നില്ല. അത് അദ്ദേഹത്തിന്റെ നായർ ഐഡന്റിറ്റിയെ അപമാനിച്ചതായിട്ട് തോന്നി. അപ്പൊ അദ്ദേഹം പുതിയ ഗ്രൂപ്പിലേക്ക് മാറി. മോദി, ഹിന്ദുത്വ, ദേശീയത, ഈ പുതിയ ഗ്രൂപ്പ് അദ്ദേഹത്തിന് കൂടുതൽ അഭിമാനമൊക്കെ നൽകി കാണും. അദ്ദേഹത്തിന്റെ നായർ ഐഡന്റിറ്റിക്ക് സുരക്ഷ കിട്ടിക്കാണും. ഞാൻ ശരിയായ വശത്താണെന്ന് തോന്നലുണ്ടായി. അങ്ങനെയാണ് സോഷ്യൽ ഐഡന്റിറ്റി തിയറി പ്രവർത്തിക്കുന്നത്. സോഷ്യൽ ഐഡന്റിറ്റി തിയറി. നായർ എന്ന അദ്ദേഹത്തിന്റെ മറഞ്ഞിരുന്ന ഐഡന്റിറ്റി പുറത്തു ചാടാൻ വേണ്ടി ലീഗിന്റെ സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദം എന്ന രാഷ്ട്രീയ സംഭവമാണ് ട്രിഗർ ആയത്. പഴയ ഗ്രൂപ്പ് അത്ര മികച്ചതല്ല എന്ന് തോന്നലുണ്ടായി. മൂപ്പരുമല്ലേ പുതിയ ഗ്രൂപ്പിലേക്ക് വണ്ടി പിടിച്ചു പോയി. ഒറ്റ വരിയിൽ പറഞ്ഞ അങ്ങ് സംഖ്യയായി ചാണകം ചവിട്ടി. ഇത് അദ്ദേഹത്തിന്റെ ജാതി സാമൂഹിക ഐഡന്റിറ്റി ഉണർന്നപ്പോഴുള്ള ഒരു മാറ്റാണ്. ഇതിനൊക്കെ ഇത്ര വലിയ കാര്യങ്ങളും സൈക്കോളജിയും വായിക്കൊള്ളാത്ത കാര്യമൊക്കെ പറയണമെന്ന് വെച്ചാൽ ശരിക്കും ഇതൊക്കെ ഉണ്ട്. എന്റെ രാഷ്ട്രീയം തത്വാധിഷ്ഠിതമാണ്. തത്വങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ സമത്വം, ലൗകികത, ദേശീയ സുരക്ഷ, നീതി ഒക്കെ വരും. ഇങ്ങനെ പലതും വരും. അത് മാറുന്നില്ല, സ്ഥിരമാണത്. ഗ്രൂപ്പോ വ്യക്തിയോ മാറിയാലും നമ്മൾ മാറില്ല. ആരെയും ആശ്രയിച്ചുള്ളതല്ല എന്റെ രാഷ്ട്രീയം, തത്വങ്ങളെ ആശ്രയിച്ചുള്ളതാ. എന്താണ് ശരി, എന്താണ് നീതി, എന്താണ് എന്റെ കോർ വാല്യൂസ് എന്നൊക്കെയാണ് ഞാൻ എന്നോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഞാൻ ആരാണ്, നീ നുഴഞ്ഞു കയറ്റക്കാരൻ, ഞാൻ നായർ, ഇതൊന്നും അല്ല ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യ ഉത്തരവും. മറിച്ച് ഒരു സംഭവം ഉണ്ടാവുമ്പോൾ അതിൽ ആരാണ് ഇര, ആർക്കാണ് നീതി നിഷേധിക്കപ്പെട്ടത്, ആരൊക്കെയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, എന്റെ രാഷ്ട്രീയം ഇതിലൊക്കെ എന്ത് നിലപാടെടുക്കാൻ എന്നെ സഹായിക്കുന്നു, ഇതൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ. അല്ലാതെ അവൻ എന്ത് നിലപാടെടുത്തു, അവൻ എന്ത് പറഞ്ഞു, ഇതൊന്നും എന്നെ സ്വാധീനിക്കുന്ന ഘടകങ്ങളല്ല. ജനാധിപത്യം, ലൗകികത, സമത്വം, ദേശീയ സുരക്ഷ, സാമ്പത്തിക നീതി, തുല്യത, ഇതൊക്കെയാണ് എന്റെ തീരുമാനം എടുക്കാൻ ഒരു ബേസ് ആയിട്ടൊക്കെ എന്നെ സഹായിക്കുന്നത്. ഈ തത്വങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും
ഏത് പാർട്ടി എന്തൊക്കെ ചെയ്താലും ആരിവിടെ കിടന്ന് കുത്തി മറിഞ്ഞാലും എന്ത് സംഭവം ഉണ്ടായില്ല, അത് മാറുന്നില്ല. അടിസ്ഥാന തത്വമുണ്ട്. ഒരു വ്യക്തിയോ ഗ്രൂപ്പോ മാറിയാലും എൻ്റെ നിലപാട് മാറില്ല. കാരണം എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആരെയും ആശ്രയിച്ചിട്ടുള്ളതല്ല. സത്യത്തിൽ അത് എന്നെ പോലും ആശ്രയിച്ചിട്ടുള്ളതല്ല. അതൊരു സ്വയം നിലനിൽക്കുന്ന ഒരു ലോകവീക്ഷണമാണ് എൻ്റെ രാഷ്ട്രീയം. പ്രിൻസിപ്പിൾ, ഒരു തത്വാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ ക്ലാസിക് ലക്ഷണമാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ എങ്ങനെയുള്ള ആളാണ്? ആദ്യം പറഞ്ഞ പോലത്തെ ആളാണോ അതോ ഞാൻ പറഞ്ഞ പോലത്തെ ആളാണോ? കമന്റ് ഇടണേ. പിന്നെ ബിനോജ് നായർ സംഖ്യ ആയത് അത് അദ്ദേഹത്തിന്റെ സ്വന്തം പ്രശ്നമാണ്, മറ്റാരുടെയും പ്രശ്നമാണോ? ആരെങ്കിലും സംഖ്യ ആവുമ്പോൾ നിങ്ങൾ എന്തിനാ എല്ലാവരും കൂടി ഓടി വന്നിട്ട് എല്ലാവരുടെയും പുറകെ കൂടി ഇനി നിങ്ങളും സംഖ്യാവോ എന്ന് ചോദിക്കുന്നത്? എത്ര അരാഷ്ട്രീയമായൊരു ചോദ്യമാണിത്. എത്ര രാഷ്ട്രീയ ബോധമില്ലാത്ത ചോദ്യമാണ് നിങ്ങൾ ഈ മനുഷ്യരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കേൾക്കുന്ന ആൾക്ക് നിങ്ങളും സംഖ്യാവോ, നിങ്ങൾ എന്നാ സംഖ്യാവുന്നേ എന്നുള്ള ചോദ്യം എത്ര അപമാനകരമാണ് മനുഷ്യരെ. അപ്പൊ ഓക്കെ, ഇനി മേലാൽ ഈ ചോദ്യം ചോദിക്കരുത്. ഓക്കെ.